ജൂൺ 28 ആദിമസഭാപിതാക്കന്മാരിൽ പലവിധത്തിലും ശ്രദ്ധേയനായിട്ടുള്ളൊരു വ്യക്തിയാണ് വിശുദ്ധ ഇരണേവൂസ്. അദ്ദേഹത്തിന്റെ തിരുനാളാണ് സാർവത്രിക സഭ ഇന്ന് ആഘോഷിക്കുന്നത്. ക്രിസ്തുവർഷം 120 ഏഷ്യ മൈനറിലാണ് അദ്ദേഹം പൂജാതനായത്. അവിടെ ഗ്രീക്കുകാരൻ എന്ന നിലയിലാണ് അദ്ദേഹം ജനിച്ചതും വളർന്നതും. കുട്ടിക്കാലത്തുള്ള അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസം സ്മിർനായിലെ മെത്രാനായിരുന്ന പൊളികാർപ്പിന്റെ ശിക്ഷണത്തിന് കീഴിലായിരുന്നു. പൊളികാർപ്പിൽ നിന്ന് ദൈവശാസ്ത്രത്തിന്റെ ആഴങ്ങൾ മനസ്സിലാക്കാൻ ഇരണേവൂസിന് സാധിച്ചു എന്ന് വേണം വിചാരിക്കാൻ. ശിഷ്യന്മാരുടെ സഹപ്രവർത്തകനും ശിഷ്യനുമായിരുന്ന വിശുദ്ധ പപ്പിയാസിന്റെ ശിക്ഷണവും പിന്നീട് ഇരണേവൂസിന് ലഭിക്കുകയുണ്ടായി. അങ്ങനെ എല്ലാവിധത്തിലും ദൈവശാസ്ത്ര വിഷയങ്ങളിലും വിശുദ്ധിയുടെ തലങ്ങളിലും ഒരുപോലെ ശോഭിച്ചിരുന്ന ഒരു സഭാപിതാവായിരുന്നു വിശുദ്ധ ഇരണേവൂസ് എന്നാണ് ചരിത്രത്തിൽ നിന്ന് നാം മനസ്സിലാക്കുന്നത്. മറ്റ് സഭാപിതാക്കന്മാർ പലരും ടെർട്ടുല്യൻ, ജെറോം തുടങ്ങിയ പ്രഗത്ഭമതികൾ ഇരണേവൂസിന്റെ ശാസ്ത്രഗ്രന്ഥങ്ങളാണ് സംശയ നിവാരണത്തിന് വേണ്ടി റെഫർ ചെയ്യാൻ ഇടവന്നിരുന്നത് എന്ന് നാം കാണുന്നു. ഇരണേവൂസ് പല ഗ്രന്ഥങ്ങളും രചിക്കുകയുണ്ടായി. അതിലൊക്കെ പ്രധാനപ്പെട്ട പ്രമേയം ക്രിസ്തുമതത്തിന് എതിരായിട്ടുള്ള ചില അബദ്ധ സിദ്ധാന്തങ്ങളെ യുക്തിസാഹസമായ രീതിയിൽ എതിർക്കുന്നതിനും അതിന് എതിരായ രീതിയിൽ വിശ്വാസ സത്യങ്ങൾ സ്ഥാപിക്കുന്നതിനും ഉപയുക്തമാകുന്ന രീതിയിലായിരുന്നു ഇരണേവൂസിന്റെ പ്രധാനപ്പെട്ട കൃതികളെല്ലാം തന്നെ. അന്ന് സഭയ്ക്കെതിരായി ഓരോ വ്യക്തികളുടെയും കീഴിൽ ഓരോ ഗ്രൂപ്പുകൾ ഫോം ചെയ്യുകയും ആ ഗ്രൂപ്പുകൾ ഓരോ പേരിൽ അറിയപ്പെടാനും ആ ഗ്രൂപ്പുകൾ ഓരോ തരത്തിൽ സഭയെ വെല്ലുവിളിക്കാനും തുടങ്ങിയ കാലമായിരുന്നു. അതിൽ ഗ്നോസ്റ്റിസം, സ്റ്റോയിസം, വലന്റേനിയനിസം, ആരിസം ഇതൊക്കെ അതിൽ പ്രബലമായിട്ടുള്ള ഗ്രൂപ്പുകളായിരുന്നു ആ കാലത്ത് നിലവിലുണ്ടായിരുന്നത്. ഈ അബദ്ധ സിദ്ധാന്തങ്ങളെ വളരെ പ്രസക്തമായ രീതിയിൽ ഇവയെ പ്രതിരോധിക്കാൻ ഇരണേവൂസിനെ സാധിച്ചു എന്നാണ് ചരിത്രരേഖകളിൽ നിന്ന് നാം മനസ്സിലാക്കുന്നത്. ഇരണേവൂസിന്റെ പാണ്ഡിത്യവും വിശുദ്ധിയും മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അന്നത്തെ സഭാ അധികാരികൾ ഇരണേവൂസിനെ സോളിലെ ലിയോൺസ് രൂപതയുടെ മെത്രാനായിട്ട് അഭിഷേകം ചെയ്യുകയാണ്. ആ അവസരത്തിൽ മെത്രാൻ എന്ന നിലയിൽ തന്റെ അധികാര ശുശ്രൂഷ ആധികാരികമായ രീതിയിൽ തന്നെ താത്വികമായിട്ടുള്ള ഒരു അടിത്തറ സഭയ്ക്ക് ഉണ്ടാക്കുന്നതിൽ നിർണായകമായിട്ടുള്ള പങ്കുവഹിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇരണേവൂസ് എന്ന് നമുക്ക് കാണാം. അധിക നാൾ കഴിയുന്നതിന് മുമ്പ് അദ്ദേഹത്തിന്റെ രൂപത അതിർത്തിയിൽ മതമർദ്ദനത്തിന് വേണ്ടി ഭരണകർത്താക്കൾ വിളംബരം ചെയ്യുകയും അധിക നാൾ കഴിയുന്നതിന് മുമ്പ് മെത്രാനായിരിക്കെ തന്നെ ക്രിസ്തുവർഷം 202 82-ാം വയസ്സിൽ അദ്ദേഹം രക്തസാക്ഷിത്വം വഹിക്കാൻ ഇടവരികയും ചെയ്തു എന്നാണ് ചരിത്രത്തിൽ നിന്ന് നാം മനസ്സിലാക്കുന്നത്. ഇത്രയും ശ്രദ്ധേയമായിട്ടുള്ള സംഭാവനകൾ സഭയ്ക്ക് നൽകിയിട്ടുള്ള ഇരണേവൂസിന്റെ ജീവിതം 21-ാം നൂറ്റാണ്ടിലെ സഭാമക്കളായ നമ്മുടെ മുമ്പിൽ പലതരം വെല്ലുവിളികളാണ് ഉയർത്തുന്നത്. നമ്മുടെ ജീവിതവും കൊണ്ട് ഫലവത്തായ രീതിയിൽ ഇന്നത്തെ സഭയ്ക്ക് നേരിടുന്ന പ്രതിസന്ധികളെ തരണം ചെയ്യുന്നതിനു വേണ്ടിയുള്ള സംഭാവനകൾ നമ്മാലാവുന്ന വിധം നാമും സംഭാവന ചെയ്യേണ്ടതായിട്ടുണ്ട് എന്ന യാഥാർത്ഥ്യം നമ്മെ അനുസ്മരിപ്പിക്കുന്നു ഇന്ന് തിരുനാൾ ആഘോഷിക്കുന്ന വിശുദ്ധ ഇരണേവൂസ്.